ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 23ൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് അതിൽ ഈസി ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ഈ 2 ഓപ്ഷൻ ആയിട്ടുള്ളതിൽ ഈസി ഉള്ളത് എപ്പോഴും നോക്കിയെടുക്കണം. അത് നിങ്ങൾക്ക് ടൈമും സേവ് ചെയ്യാം, മാർക്കും കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ ക്വസ്റ്റ്യനക്ക് പോവാം. Ottawa Limited was registered with an authorized capital of 2 lakh, equity shares 100 each. Company offered 60,000 shares for public subscription at 25% premium. The share was payable 40 on application and balance on allotment with premium. Public had applied for 85,000 shares in public applied. Pro rata allotment was made in the ratio 5:4 and remaining application were sent letter of regret. Mr. Anand holding 4,000 shares failed to pay allotment money and his shares were forfeited. Out of this, 3,000 shares were reissued at a discount 2 per share. Past necessary entries. Question എന്താ പറയുന്നത്? ഇവിടെ ഓട്ട ലിമിറ്റഡ് എന്ന് പറയുന്നവരുടെ മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഇത് സോൾവ് ചെയ്യാൻ ഈ മാക്സിമം ക്യാപിറ്റലിൻ്റെ കാര്യമല്ല, നമ്മൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ നോക്കിയാൽ മതി. ഇവരുടെ പ്രൈസ് എത്രയാണ്? പ്രൈസ് എന്ന് പറയുന്നത് മൊത്തം 100 ആണ്. 100 രൂപയാണ് ഫുള്ള് പ്രൈസ്. കമ്പനി എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനി ഓഫേർഡ് 60,000 ഷെയർസ്. അതിൽ പ്രീമിയത്തിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 100 പ്ലസ് 100ൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 × 25/100 25. ടോട്ടൽ നമുക്ക് 125 രൂപക്കാണ് കൊടുക്കുന്നത്. 25 പ്രീമിയം, കൂടുതൽ പൈസക്കാണ് അവർ കൊടുക്കുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി ഈ ഷെയർ അവർ 60,000 ഷെയർ ഇഷ്യൂ ചെയ്തു. ഈ 60,000 ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പബ്ലിക്ക് 60,000 കൊടുത്തതിൽ പബ്ലിക്ക് എടുത്തിട്ടുള്ളത് 85,000 ഷെയറിനാണ് ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയത്. അവർക്ക് ആകെ 60,000 ഷെയർ ഉള്ളൂ, പക്ഷേ 85,000 ഷെയറിന് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ഷെയറിൻ്റെ പ്രൈസുകൾ എങ്ങനെ അവർ വാങ്ങുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഷെയർ പ്രൈസ് ആപ്ലിക്കേഷൻ സമയത്ത് 40, ബാലൻസ് ഓൺ അലോട്ട്മെൻറ്റ് വിത്ത് പ്രീമിയം. അതായത് ആപ്ലിക്കേഷന് എന്ന് പറയുന്നത് 40 ബാലൻസ് പ്രീമിയം ഉൾപ്പെട്ടിട്ട് എത്ര വരുന്നത്? ബാക്കിയുള്ളതാണ് വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് എത്ര വരിക? അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 125ൽ 40 പോയാൽ ബാക്കി 85 അലോട്ട്മെൻറ്റ് അടക്കം. ഈ അലോട്ട്മെൻറ്റിൽ പ്രീമിയം അടക്കം. ഈ പ്രീമിയത്തിൽ 25 നമുക്ക് പ്രീമിയം വരുന്നത്. അപ്പോൾ 85 - 25 അതെത്ര വരുന്നത്? 60 നമ്മുടെ അലോട്ട്മെൻറ്റ് അല്ലേ. 100ൽ 40 പോയാൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 60. അതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയത്തിൻ്റെ 25 കൂടെ എടുത്ത് അങ്ങനെ 85 അലോട്ട്മെൻറ്റിൽ അവർ വാങ്ങുന്നത്. ഈ ഭാഗം ക്ലിയർ ആണല്ലോ. ആപ്ലിക്കേഷനിൽ 40, അലോട്ട്മെൻറ്റിൽ 60 പ്ലസ് പ്രീമിയത്തിൻ്റെ 25 കൂടി 85, അങ്ങനെ ടോട്ടൽ 125. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി അടുത്തത്, ഇവിടെ പബ്ലിക് അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര ഷെയറിനാണ് പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുള്ളത്? 85 ഷെയറിനാണ്. അവർക്ക് ആകെ വേണ്ടത് 60 ഷെയറാണ് കൊടുത്തിട്ടുള്ളത്. 85 ഷെയറിന് പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കമ്പനി ചെയ്തത്? അവർ പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യലി ആ എക്സ്ട്രാ കിട്ടിയ 25, 60 എന്ന് പറഞ്ഞത് 85, അതിൽ 25ൽ അവരെന്ത് ചെയ്തു? 5:4, അതായത് 60,000ൽ 4 ഷെയർ ചോദിച്ചവർക്ക് 5 ഷെയർ വെച്ചിട്ട് കൊടുത്തു. അവർ 60,000 ഷെയർ ഉള്ളവർക്ക് കൊടുക്കാനുള്ളത്, പക്ഷേ 85,000 ഷെയറാണ് പുറത്തുനിന്ന് പബ്ലിക്ക് ചോദിക്കുന്നത്. അപ്പോൾ കമ്പനി എന്ത് തീരുമാനിച്ചു? 85 ഞങ്ങൾ തരൂല, 4 ഷെയർ ചോദിച്ചവർക്ക് ഞങ്ങൾ 5 ഷെയർ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര എണ്ണമാണ് കമ്പനി റിസീവ് ചെയ്തിട്ടുള്ളത്? അത് നമുക്ക് നോക്കാം.
85 കൊടുത്തിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് 4 ഷെയർ ചോദിച്ചവർക്ക് ഞങ്ങൾ 5 ഷെയർ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ് അവർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്? 60,000 ഇൻറ്റു 4 ഷെയർ ചോദിച്ചവർക്ക് 5 കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 4. 60,000 4 ചോദിച്ചവരിൽ 60 അല്ല ഉണ്ടാവുക, അവർക്ക് 5 ആക്കി കൊടുക്കുക, കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞു. 60,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 അതെത്ര വരുന്നത്? 60,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 75,000 കമ്പനി എടുക്കാമെന്ന് തീരുമാനിച്ചത്. 85 അവർ അലോട്ട് ചെയ്യില്ല, കമ്പനിക്ക് അത്രയൊന്നും ആവശ്യമില്ല, അവരാകെ 60 അവർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ പബ്ലിക് 85 വേണമെന്ന് പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് 4 ചോദിച്ചവർക്ക് 5 വെച്ചിട്ട് അങ്ങനെ 75 ഷെയറാണ്, 75,000 ഷെയർ അവർ കൊടുക്കുക, അലോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പ്രോറാറ്റതാക്കി നമ്മൾ 5:4 നമ്മൾ 75,000 നമുക്ക് കിട്ടി. ഇത് ക്ലിയറായി. ഇനി അടുത്തത് എന്താണ്? മിസ്റ്റർ ആനന്ദ് ഹോൾഡിംഗ് 4,000 ഷെയർസ്. 4,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആനന്ദ് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൽ ആനന്ദിന് 4,000 ഷെയർസ് ഫെയിൽഡ്, ഹോൾഡിംഗ് 4,000 ഷെയർസ് ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി. ആൾ അലോട്ട്മെൻറ്റ് മണിയുടെ സമയത്ത് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഹിസ് ഷെയർസ് വെയർ ഫോർഫീറ്റഡ്. എന്താ ഫോർഫീറ്റ് പറഞ്ഞാൽ കമ്പനി അവൻ അതുവരെ അടച്ച ക്യാഷ് കമ്പനി തിരിച്ചെടുത്തു. ഇനി ആൾക്ക് ഷെയറില്ല, ആളുടെ ഷെയർ കമ്പനി തിരിച്ചു പിടിച്ചു. ആൾ ഇതുവരെ കൊടുത്ത ക്യാഷും ആൾക്ക് പോയി അല്ലേ, ആപ്ലിക്കേഷൻ പൈസ കൊടുത്തതും പോയി. ഇതിൽ നിന്ന് കമ്പനി ഈ 4,000 ഷെയറും ആളതെടുത്തു. ഇപ്പം ഈ 4,000 ഷെയറും കിട്ടി കമ്പനിക്ക്, ആളുടെ 4,000 ഷെയറും എടുത്തു, ആൾ ആപ്ലിക്കേഷൻ കൊടുത്ത പൈസയും കിട്ടി. എന്നിട്ട് കമ്പനി എന്താ ചെയ്തിരിക്കുന്നത്? അതിൽ നിന്ന് കമ്പനി 4,000 ഷെയർ തിരിച്ചു പിടിച്ചില്ലേ ആനന്ദിൻ്റെ, അതിൽ നിന്ന് 3,000 അവർ റീഇഷ്യൂ രണ്ടാമതും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഷെയർ വാങ്ങാം. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? നല്ല ഓഫർ കൊടുത്തു, 20% ഡിസ്കൗണ്ട് പെർ ഷെയർ. ആക്ച്വലി ഷെയറിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? കമ്പനീൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. പക്ഷെ അവർ എത്രക്കാണ് അവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്? 100ൽ നിന്ന് 20% കുറച്ചു. 100ൽ നിന്ന് 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മൈനസ് 100 ഇൻറ്റു 20 പറഞ്ഞാൽ 20. 80 രൂപക്ക് അവർ ഈ തിരിച്ചു പിടിച്ച ഷെയർ 4,000 നിന്നും 3,000 അവർ ഇഷ്യൂ ചെയ്തു. ഈ ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അവരെന്താ ചോദിക്കണത്? പാസ് നെസസറി ജേണൽ എൻട്രീസ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായല്ലോ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ് നമുക്കറിയേണ്ടത്. ഇവിടെ നെസസറി ജേണൽ എൻട്രി ചോദിക്കുമ്പോൾ എത്ര എൻട്രിയാണ് നമുക്ക് എഴുതേണ്ടത്? അവർക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഫസ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ സ്റ്റെപ്പ് ഉള്ളത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പൈസ റിസീവ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് അലോട്ട്മെൻ്റ് ആണ്, ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ആണ്, കോൾസ് ഒന്നുമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർഫീറ്റ് ചെയ്തിട്ട് റീഇഷ്യൂ ചെയ്യുന്നതാണ് അല്ലേ? ഈ 3 എണ്ണമാണ് വേണ്ടത്. അപ്പം നമുക്ക് വേണ്ടത് എത്രയായിരുന്നു? ഫസ്റ്റത്തെ നമുക്ക് ആപ്ലിക്കേഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ ജേണൽ എൻട്രി എഴുതണം. രണ്ടാമത് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അലോട്ട്മെൻറ്റ്. മൂന്നാമത് 1 നമുക്ക് ആപ്ലിക്കേഷൻ, 2 അലോട്ട്മെൻറ്റ്, 3 നമുക്ക് കൊടുക്കേണ്ട എന്താണ്? ഫോർഫീറ്റ് ചെയ്തിട്ട് ഫോർഫീച്ചറും ആൻഡ് റീഇഷ്യൂ. ഈ 3 വിധം ജേണൽ എൻട്രിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ ആപ്ലിക്കേഷനിൽ എത്ര ജേണൽ എൻട്രിയാണ് വരിക? ആപ്ലിക്കേഷനിൽ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നതും പിന്നെ എന്താണ് ഡ്യൂ ആകുന്നതും, അതിൽ 2 ജേണൽ എൻട്രി വരും. അലോട്ട്മെൻറ്റിൽ അതുപോലെ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നതും ക്യാഷ് വാങ്ങുന്നതും 2 ജേണൽ എൻട്രി. ഫോർഫീച്ചറിൽ എത്ര വരിക? ഫോർഫീച്ചറിൽ നമുക്ക് ഫോർഫീറ്റ് ചെയ്യുന്നത് 1. ഫസ്റ്റ് നമുക്ക് ഫോർഫീറ്റ് ചെയ്യുന്നത് അല്ലേ? രണ്ടാമത്തെ നമുക്ക് റീഇഷ്യൂ ചെയ്യുന്നത് എഴുതണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫോർഫീറ്റ് ചെയ്തു, റീഇഷ്യൂ ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള പൈസ നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആക്കിയിട്ട്
ബാക്കിയുള്ള പൈസ നമുക്ക് റിസർവ് ഫണ്ട്. ഈ 3 എണ്ണം, അങ്ങനെ 3 എണ്ണമാണ് ഫോർഫീറ്ററിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആദ്യത്തത് എന്തായിരുന്നു, ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അപ്ലിക്കേഷൻ മണി എത്രയാണ് റിസീവ് ചെയ്തത്, എത്രയാണ് അലോട്ട് ചെയ്തത്. അപ്ലിക്കേഷൻ മണി എത്രയാണ് അവർ റിസീവ് ചെയ്തിരിക്കുന്നത്, 60,000 കൊടുത്തതിൽ 60,000 ഇഷ്യൂ ചെയ്തതിൽ 85,000 അവർ വാങ്ങി. എത്രയായിരുന്നു ആപ്ലിക്കേഷൻ്റെ പ്രൈസ്, ആപ്ലിക്കേഷൻ 40 അല്ലേ. അപ്പോൾ 85,000 ഇൻറ്റു നമുക്ക് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിതൊരു കോളം പോലെ ആക്കി വെക്കാം ഇവിടെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും മനസ്സിലാവും. ഓക്കെ, ആപ്ലിക്കേഷന് 85,000 ഷെയറാണ് ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്രൈസ് എത്രയായിരുന്നു, 40. 85,000 ഇൻറ്റു 40 എത്രയാണ്, 34 ലക്ഷം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ജേണൽ എൻട്രി 85,000 ഇൻറ്റു 34 ലക്ഷം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രി ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ്റെ മണി നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്തു. 100% ക്ലിയർ അല്ലത്. ബാങ്ക് അക്കൗണ്ട് അതായത് 85,000 ഇൻറ്റു 40 വെച്ചിട്ട് പബ്ലിക് മൊത്തം നമുക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് 34 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവർ 60,000 നമ്മൾ ഇഷ്യൂ ചെയ്തത്, പക്ഷേ 85,000 ആപ്ലിക്കേഷൻ മണി ആളുകൾ ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെ ക്യാഷും അടക്കും അല്ലേ. അങ്ങനെ 34 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട്. ഈ 34 ലക്ഷത്തിൽ നിന്നും ഫസ്റ്റത്തെ ജേണൽ എൻട്രി നമ്മൾ ചെയ്തു. അതിൽ നിന്ന് ഇനി അടുത്തത് എന്താണ്, നമ്മൾ അലോട്ട്മെൻറ്റ്, അതിൽ നിന്ന് എത്രയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് കൊടുക്കുന്നത്, എത്ര നമ്മൾ എടുത്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി അതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അതിൽ എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്, ഇതിൽ അവർ 85,000 വാങ്ങിയതിൽ നിന്നും 5:4 5:4 എന്നുള്ളതിലാണ് എടുത്തത്. അതായത് 4 എണ്ണം ചോദിച്ചവർക്ക് 5 എണ്ണം. അത് നമ്മളിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് 75,000. ഈ 75,000 നമ്മൾ കൊടുക്കുന്നത്. ബാക്കി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളത് ആപ്ലിക്കേഷൻ റിമൈനിങ് ആപ്ലിക്കേഷൻ വേർ ലെറ്റർ ഓഫ് റിഗ്രറ്റ്, അവർ റിജക്റ്റ് ചെയ്തു, സോറി പറഞ്ഞിട്ട് അവരത് 10,000 അവർ തിരിച്ച് പൈസ കൊടുത്തു. അത് ക്ലിയർ ആണല്ലോ. 75,000-ൽ 10,000 തിരിച്ചു കൊടുത്തു. മൊത്തം 40 അല്ല, ആപ്ലിക്കേഷൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. അപ്പം നമുക്കത് നോക്കാം. ഫസ്റ്റ് എങ്ങനെയായിരുന്നു, ഇതിൽ 85,000-ൽ നിന്നും 85 ആയിരുന്നു ആളുകൾ അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ. 85-ൽ 75 ആണ് അവരെടുക്കുന്നത്. 85 മൈനസ് 75. അപ്പോൾ എത്രയാണ് 85 മൈനസ് 75, 10,000 എന്താക്കി, റിജക്റ്റ് ചെയ്തു, തിരിച്ചു കൊടുത്തു അല്ലേ. 10,000-ൻ്റെ അവർ തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് എത്രയായിരുന്നു, 75,000 ആണ് അവരെടുത്തിട്ടുള്ളത്. ഈ 75,000-ൽ എത്രയ്ക്കായിരുന്നു നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തത്, എത്രയ്ക്കായിരുന്നു, 60,000-നാണ് ആപ്ലിക്കേഷന് നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത്. 60,000 ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. ഈ 60,000 നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ളത് 75-ൽ എത്രയായിരുന്നു, 75,000 മൈനസ് 60,000. ബാക്കി 15,000-ന് നമ്മൾ എന്ത് ചെയ്യും, 15,000 ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് വെക്കും. കാരണം ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ 60 മതി. ഇനി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഈ പൈസ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഈ അലോട്ട്മെൻറ്റിൽ ഈ 15,000 കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസയുള്ളൂ നമ്മൾ വാങ്ങുക. ഇത് ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ 85,000 നമ്മൾ ക്യാഷ് വാങ്ങിയതിൽ നിന്ന്, ക്ലിയർ ആണോ, ശരിക്കും മനസ്സിലാക്കിക്കോട്ടത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ 85,000 നമ്മൾ വാങ്ങിയതിൽ നിന്ന് 10,000 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. 10,000 റിജക്റ്റ് ചെയ്തു. ബാക്കി നമുക്ക് 75,000. 75,000-ൽ 60,000-ൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഇഷ്യൂ ചെയ്തത് 60,000 ആണ്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അവർക്ക് 75,000 എടുത്തുക്കണം. അതിലുള്ള ഈ 15,000 നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തേക്കും വേണ്ടി നീക്കി വെച്ചു. ക്ലിയർ അല്ലേ. അപ്പോൾ എൻ്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതുക, ഫസ്റ്റ് നമുക്ക് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 34 ലക്ഷം
അല്ലേ? നമ്മൾ 34 ലക്ഷം അല്ല ഇവിടെ റിസീവ് ചെയ്തിക്കണി. 34 ലക്ഷത്തുനിന്ന് എന്ത് ചെയ്തു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 60,000 ഇൻറ്റു 40, ബാക്കി ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് 15 ഇൻറ്റു 60, ബാക്കി എന്ത് ചെയ്തു? ബാങ്ക്. ഇത് ക്ലിയർ ആണോ? ബാങ്ക് ബാക്കി കൊടുത്തു. ഇതെങ്ങനെ കിട്ടിയതെന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 24 ലക്ഷം, എങ്ങനെ 24 ലക്ഷം വന്നിക്കണത്? ഷെയർ ക്യാപിറ്റൽ. ഇതൊന്നും കൂടെ ഇവിടെ കാണിക്കാം കേട്ടോ. 24 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? മൊത്തം നമ്മളെടുത്ത് ക്യാഷ് ഉള്ളത് എത്രയായിരുന്നു? 85,000 ഇൻറ്റു 40 ആപ്ലിക്കേഷൻ വാങ്ങി. ഈ ആപ്ലിക്കേഷൻ വാങ്ങിയതെന്ന് നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് തിരിച്ചു കൊടുത്തു. 75 നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ? 75,000 നമ്മൾ എടുത്തു. അതിൽ 10 ബാങ്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ 10,000 ഇൻറ്റു 40, 4 ലക്ഷം. പിന്നെ ഇവിടെ 34 ലക്ഷം നമ്മൾ വാങ്ങി. ഇനി നമുക്കുള്ളത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതും. അതെങ്ങനെ ചെയ്തിരുന്നത്? ഇനി 75-ന്ന് 60 നമ്മുടെ ആപ്ലിക്കേഷൻ, ബാക്കി 15 നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി. അപ്പോൾ 60,000 ഇൻറ്റു 40, 24 ലക്ഷം. ബാക്കി എത്ര ഉണ്ട്? 15 ഇൻറ്റു 40, 6 ലക്ഷം. നരേഷന് എന്തായിരുന്നു? ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റലും ഷെയർ അലോട്ട്മെൻറ്റിക്കും ട്രാൻസ്ഫർ ചെയ്തു. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള പൈസ റീഫണ്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ്റെത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നമുക്ക് എന്താണ്? അലോട്ട്മെൻ്റ് ആണ് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിനി അലോട്ട്മെൻറ്റിലേക്ക് പോകാം. അലോട്ട്മെൻറ്റിൻ്റെ ജേണൽ എൻട്രി ചെയ്യണം. അലോട്ട്മെൻറ്റിൽ അതിനെ ഞാനൊരു കോളാക്കിയിട്ട് ഇവിടെ തിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവാനാണ്. അലോട്ട്മെൻറ്റ്. ഇനി നമുക്ക് അലോട്ട്മെൻ്റ് ആണ്. അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഡ്യൂ ആകുന്ന, അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നതിൻ്റെ ട്രാൻസാക്ഷനാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ശരിക്കും കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്? 60,000. 60,000-ൽ എത്രക്കാണ് അലോട്ട്മെൻറ്റ് വരുന്നത്? 60,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് സമയത്ത് നമുക്കിവിടെ പൈസ നോക്കാം. എത്രയായിരുന്നു അലോട്ട്മെൻറ്റ്? 60 പ്ലസ് 25 പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് സമയത്ത് വാങ്ങുന്നത്. അവരിവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഓൺ അലോട്ട്മെൻറ്റ് വിത്ത് പ്രീമിയം. 60 അലോട്ട്മെൻറ്റും 25 പ്രീമിയം, 85 വെച്ചിട്ട്. അപ്പോൾ എത്ര വരുന്നത്? 60,000 ഇൻറ്റു 85, 51 ലക്ഷം അല്ലേ? 51 ലാക്ക്. അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് 60,000 ഇൻറ്റു 85 എത്ര വരുന്നത്? 51 ലക്ഷമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. 51 ലക്ഷം. ഇത് ക്ലിയർ ആണല്ലോ? ഈ 51 ലക്ഷമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ 51 ലക്ഷത്തിൽ 85 നമ്മൾ പ്രീമിയം അടക്കം വരുന്നത്. അതിൽ നമുക്ക് ക്യാപിറ്റൽക്ക് നമ്മൾ എത്ര കൊടുക്കുക? 60,000 ഇൻറ്റു 60. അതാണ് നമ്മുടെ ശരിക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ പ്രൈസ്. 60,000 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? അത് 36 ലക്ഷമാണ് വരിക അല്ലേ? ബാക്കി 25 എന്തായിരുന്നു? 25 ഇവിടെ പ്രീമിയം അല്ലേ? 25 എന്ന് പറയുന്നത് പ്രീമിയമാണ്. അപ്പോൾ ബാക്കി 60,000-ൽ 85-ൽ 60 ഷെയർ ക്യാപിറ്റൽക്ക് നമ്മൾ വിടുള്ളൂ. ബാക്കി 60,000 60,000 ഇൻറ്റു 25 എത്ര വരുന്നത്? 65 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 15 ലക്ഷം പ്രീമിയത്തിലേക്കാണ് പോകുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡ്യൂ ട്രാൻസാക്ഷൻ ഫസ്റ്റത്തത് എഴുതാം. അലോട്ട്മെൻറ്റിൻ്റെ ഡ്യൂ ട്രാൻസാക്ഷൻ എങ്ങനെ എഴുതുക? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 51 ലാക്ക്. എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ലേ? എങ്ങനെയായിരുന്നു 51 ലാക്ക് വന്നത് എന്നുള്ളത്? പിന്നെ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽക്ക് 36, സെക്യൂരിറ്റി പ്രീമിയം 15 ലക്ഷം, നരേഷന് അലോട്ട്മെൻറ്റ് ഡ്യൂ ഓൺ 60,000 ഷെയർ. ഒന്നും കൂടെ നിങ്ങൾക്ക്, കാരണം ഇത് കുറച്ചും കൂടെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇവിടെ 60,000 ഇൻറ്റു 85
51 ലക്ഷം. അതിൽ ഇക്വിറ്റി ഷെയറിലേക്ക് നമ്മൾ വിടുക എന്തുള്ളൂ, അതിൻ്റെ ക്യാഷ് മാത്രമേ വിടൂ. അതിൻ്റെ ശരിക്കും അലോട്ട്മെൻറ്റ് പ്രൈസ് 60. ബാക്കി 25 എന്തായിരുന്നു, 60,000 ഇൻറ്റു 25 പ്രീമിയായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, അതിന് ക്യാഷ് റിസീവ് ചെയ്യണം. ക്യാഷ് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബീറ്റ് പാർട്ട്. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ അലോട്ട്മെൻറ്റിലേക്ക് കുറച്ച് പൈസ നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നീക്കി വെച്ചിട്ടുണ്ട്. അതെത്രയായിരുന്നു, 15,000-ൻ്റെ പൈസ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് 15,000 ഇൻറ്റു എത്രയായിരുന്നു, ഇവിടെ നമുക്ക് കാണാം ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് ഇവിടെ എത്രയായിരുന്നു, 6 ലക്ഷം ഓൾറെഡി നമുക്ക് അലോട്ട്മെൻറ്റിലുണ്ട്. നമുക്കിപ്പോൾ അലോട്ട്മെൻറ്റ് എത്രയാണ് വേണ്ടത്, 51 ലക്ഷമാണ്. അപ്പോൾ ഈ 51 ലക്ഷം ഇപ്പോൾ നമുക്ക് 51 ലക്ഷത്തിൽ 51 ലാക്കിൽ 6 ലാക്ക് നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഓൾറെഡി പ്രോറാറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാകും, 51 ലാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 6 ലാക്ക് കുറക്കും. അപ്പോൾ എത്രയാണ് വരുന്നത്, നമുക്ക് വരുന്നത് 45 ലക്ഷം. 45 ലാക്കാണ് നമുക്ക് അലോട്ട്മെൻറ്റ്. ഇനി നമുക്ക് കിട്ടേണ്ടത് 45 ലാക്കാണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടേണ്ടത് 45 ലാക്ക്. ഈ 45 ലാക്കിൽ വേറൊരു പ്രശ്നം കൂടെ അവിടെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു, ഒരാൾ നമുക്ക് ഷെയർ പേ ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ ഒരാൾ ഷെയർ പേ ചെയ്തിട്ടില്ല. അതൊന്ന് നോക്കാം, ആരാണ് ഷെയർ പേ ചെയ്യാൻ ഫെയിലായിരിക്കുന്നത്. ഇവിടെ ആനന്ദ് ഹോൾഡിംഗ് 4,000 ഷെയർസ് ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ നമുക്ക് ആനന്ദ് എത്രയാണ് അലോട്ട്മെൻറ്റ് മണി ഫെയിലായത് നോക്കണം. 4,000 ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, 5:4 കൊടുത്തിട്ടുള്ളത്, 5:4. അപ്പോൾ 4,000 ഷെയർ ചോദിച്ച ഒരാൾ അലോട്ട്മെൻറ്റ് മണി ഫെയിലായിട്ടുണ്ട്. അതെത്രയായിരുന്നു, അത് നമുക്ക് നോക്കാം. 4,000 ചോദിച്ച ആൾക്ക് 4,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എത്ര ഷെയർ ഉണ്ടാകും, 4,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5,000 ഷെയർ ആൾക്ക് കിട്ടിയിട്ടുണ്ടാകുക. ഈ 5,000 ഷെയറിൽ എത്രയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് മണി എന്ന് വരുന്നത്, അലോട്ട്മെൻറ്റിൻ്റെ ക്യാഷ് മാത്രം. ആൾ ഫെയിൽ ആയതുകൊണ്ട് നമ്മൾ പ്രീമിയം എടുക്കൂല കേട്ടോ. അലോട്ട്മെൻറ്റ് 60. അപ്പോൾ 5,000 ഇൻറ്റു 60 60 എത്രയാണ് വരിക, 3 ലാക്ക് ആൾ തരാനും ഫെയിലായിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ. നമുക്ക് 51 ലക്ഷമാണ് അലോട്ട്മെൻറ്റ് മൊത്തം വരിക. അതായത് എങ്ങനെയായിരുന്നു വരുന്നത്, 51 ലക്ഷമാണ് മൊത്തം അലോട്ട്മെൻറ്റ് മണി നമുക്ക് വരേണ്ടത്. അതായത് 60,000 ഇൻറ്റു 85 അങ്ങനെ 51 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തു. ഈ റിസീവ് ചെയ്ത് ബാക്കി നമുക്ക് 45 ലക്ഷം വേണം. ഈ 45 ലക്ഷത്തിൽ എന്തായി, 3 ലക്ഷം നമുക്ക് കിട്ടാനും പോകുന്നില്ല. ബാക്കി എത്രയേക്കാരം അപ്പോൾ നമുക്ക് ക്യാഷ് ഇതാകുന്നത്, 45 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം. 45 ലക്ഷമാണ് ഇപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് മണി വേണ്ടത്. അതിന്ന് 45 ലാക്ക് മൈനസ് 3 ലാക്ക് എത്രയായിരുന്നു കിട്ടും, 45 ലാക്ക് മൈനസ് 3 ലാക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്, 45 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 42 ലാക്കാണ് നമുക്ക് ബാങ്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ചെയ്യാം. അതായത് ബാങ്ക് അക്കൗണ്ട് നമുക്ക് കിട്ടുന്നത് 42 ലാക്ക്. അതിലെന്തായി, കോൾസ് ഇൻ അരിയേഴ്സ് ഇത് കിട്ടിയിട്ടില്ല, ലോസായി 3 ലാക്ക്. മൊത്തം നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 45 ലക്ഷം. നരേഷൻ എന്താണ്, അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ഓൺ 56,000 ഷെയർസ്. ഇവിടെ എങ്ങനെ ഇത് കിട്ടിയെന്ന് ക്ലിയർ ആണല്ലോ. 42,000 ഷെയർ നമുക്ക് ബാലൻസ്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 5,000 ഷെയറിൽ 5,000 ഷെയറിന് 60 വെച്ചിട്ട് ഫെയിലായി. ഈ 45 ലാക്ക് എന്ന് പറയാൻ കാരണം 51 ലാക്കിന്ന് 51 ലാക്കിൽ 6 ലാക്ക് ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്തിരുന്നു. അതായിരുന്നു 45 ലാക്ക്.
ബാലൻസ് ഇല്ല, ക്യാഷാണ് നമ്മൾ ക്യാഷായിട്ട് റിസീവ് ചെയ്തത്. 100% ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ചലഞ്ചിങ് ക്വസ്റ്റ്യനിൽ കൂടുതൽ ചിലപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, അല്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്തോ. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മൾ അലോട്ട്മെൻറ്റും കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഇത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ചെയ്തു, അലോട്ട്മെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് നീങ്ങുന്നത് എങ്ങോട്ടാണ്? ഫോർഫീറ്റഡ് ഷെയർ. ഇനി നമുക്ക് ഫോർഫീറ്റഡ് ഷെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഫോർഫീറ്റഡ് ഷെയറിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫോർഫീറ്റ് ചെയ്തത്, അതായത് എത്രയാണ് അവർ തിരിച്ചു പിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. ഈ ഫോർഫീറ്റഡ് ഷെയറിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമുക്ക് ഫോർഫീറ്റഡിലേക്ക് പോകാം. ഇവിടെ ഓൾറെഡി ചെയ്തതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. സ്ക്രീൻ ഒന്ന് ക്ലീൻ ആക്കിയാൽ നമുക്കൊന്നും കൂടി ഈസി ആയിട്ടും അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഫോർഫീറ്റ് ചെയ്ത ഷെയർ, ഫോർഫീറ്ററിനെ കുറിച്ച് എന്താണ് അവർ പറയുന്നത്? ആനന്ദ് ഹോൾഡിംഗ് ഇത് നമ്മൾ ചെയ്തതാണ്. ഫോർഫീറ്റ് ഷെയർ 4000 ഷെയറാണ് ആനന്ദ് ഫെയിലായത്. ആളെ എങ്ങനെ ഫെയിലായത്? അലോട്ട്മെൻറ്റ് മണി കൊടുക്കാൻ ഫെയിലായി. അങ്ങനെ കമ്പനി ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ആനന്ദിന് ഇവിടെ ടോട്ടൽ ഷെയർ എത്രയാണ്? ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ബിസിനസ് വിളിച്ചിട്ടുണ്ട്, കമ്പനി വിളിച്ചു. ആപ്ലിക്കേഷൻ്റെ പൈസ തന്നു, അലോട്ട്മെൻറ്റിൻ്റെ പൈസ ആളോട്ട് തന്നിട്ടുമില്ല. പ്രീമിയം അടക്കം ആൾ ശരിക്കും എത്ര ക്യാഷ് തരണം? നമ്മൾ 4000 ഷെയർ ചോദിച്ച ആൾക്ക് 5000 ഷെയറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൽ 5000 ഷെയർ കൊടുത്ത ആൾക്ക് 4000 ഷെയർ ചോദിച്ച ആൾക്ക് 5000. അതെങ്ങനെയാണെന്നുള്ളത് അറിയാലോ. 4000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 അല്ലേ? നമ്മൾ 5:4 ചെയ്തത്. അപ്പോൾ 5000 ഷെയർ ഉണ്ട്. ഈ 5000 ഷെയറാണ് ആൾക്ക് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 4000 ആണ് ആൾ ശരിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഷെയർ ഉള്ളത്. അത് ക്ലിയർ ആണല്ലോ. ഈ 4000 ചോദിച്ചതിൽ നമ്മൾ 4000-നുള്ളത് മാത്രം നമ്മളിപ്പോൾ ആളുടെ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ 4000-ലാണ് എടുക്കുന്നത്. ഈ 4000-നെ ഇൻറ്റു 125 എത്ര വരുന്നത്? അവിടെ നമ്മൾ 5 എടുക്കൂല. നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4000 അയാൾ ചോദിച്ച ഷെയർ, കാരണം അതന്നെ അയാൾ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഫെയിലായിരിക്കുകയാണ് അല്ലേ? അപ്പം 4000 ഇൻറ്റു 125 എത്ര വരിക? അതാണ് നമ്മൾ ടോട്ടൽ അയാളുടേത്. അയാൾ നമുക്ക് കമ്പനിക്ക് തരേണ്ടത് 4000 ഇൻറ്റു 125 ആയിരുന്നു. അത് എത്ര വരിക? ഫസ്റ്റത്തത് 4000 ഇൻറ്റു 125 5 ലക്ഷമാണ് ആൾ ശരിക്കും കമ്പനിക്ക് തരേണ്ടത്. 4000 വെച്ചിട്ട്, 5000 അല്ലാതെ 4000 തന്നെ. അതിൽ 4000 ഇൻറ്റു 100 എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കി 4000 ഇൻറ്റു 25 എന്ന് പറയുന്നത് ഷെയർ പ്രീമിയത്തിലേക്കുമുള്ളതാണ്. അത് ക്ലിയർ ആണല്ലോ? ഷെയർ പ്രീമിയത്തിലേക്ക്. അപ്പോൾ ഇതാണ് ആൾ ശരിക്ക് തരേണ്ടത്. അതിലാൾ ഫെയിലായിപ്പോയി. ഫെയിലായി എത്രയാണ് ആൾ അടച്ചിട്ടുള്ളത്? അയാൾ ആനന്ദ് തന്നിട്ടുള്ള ക്യാഷ് നമ്മൾ നോക്കണം. ആനന്ദിന് 4000 എന്നുള്ളിടത്ത് 5000 ഷെയർ കൊടുത്തിട്ടുണ്ട് അല്ലേ? 5000 വെച്ചിട്ട് 5000 കിട്ടിയത് ക്ലിയർ അല്ലേ? 4000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 ഇങ്ങനെയാണ് 5000 കിട്ടിയിരിക്കണം. അപ്പോൾ ഈ 5000-ന് ആപ്ലിക്കേഷൻ്റെ പൈസ എത്രയായിരുന്നു? 40. ആപ്ലിക്കേഷൻ 40 വെച്ചിട്ട് ആൾ ഓൾറെഡി പേ ചെയ്തിട്ടില്ല. 40 വെച്ചിട്ട് 5000 ഇൻറ്റു 40 ആൾ എത്ര കൊടുത്തിട്ടുണ്ട്? 2 ലക്ഷം ആൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഇനി ആൾ ഷെയർ അയാൾ ഫെയിലായിട്ടുണ്ട്. ഫെയിലായത് എത്രയായിരുന്നു? ഫെയിലായത് 60000 അല്ലായിരുന്നോ? 60000 എത്രയായിരുന്നു? ഇത് ആൾ ക്യാഷ് തന്നത് എത്രയാണ്? ഇനി ആൾ ഫെയിലായിട്ടുള്ളത് ഏതായിരുന്നു? അലോട്ട്മെൻറ്റ് എത്രയായിരുന്നു? അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 60. പ്രീമിയം ഒന്നും ഇല്ലാതെ തന്നെ 60 തന്നെ ആൾ തരേണ്ടത് എത്രയായിരുന്നു? 5000 ഇൻറ്റു 60. 5000 ഇൻറ്റു 60 എത്ര വരും? 3 ലക്ഷം.
ഇതാണ് ആൾ ഫെയിലായിട്ടുള്ളത്. ഇത് മനസ്സിലായല്ലോ? ആൾ പേ ചെയ്തത് 5000 വെച്ചിട്ട് എന്താ പറയുക 5000 ഇൻറ്റു 40 വെച്ചിട്ട് 2 ലക്ഷം ആൾ പേ ചെയ്ത ക്യാഷ് നമ്മളെ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ 5000 ഇൻറ്റു 60 3 ലക്ഷം അയാൾ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ അത് സ്റ്റോപ്പ് ചെയ്തു, ഫോർഫിറ്റ് ചെയ്തു. ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഫോർഫിറ്റ് ഇത് ഫോർഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ആൾ ചോദിച്ചത് എത്രയായിരുന്നു? കമ്പനി ആൾക്ക് കൊടുക്കാൻ വിചാരിച്ചിരുന്നത് 4000 ഷെയർ ആയിരുന്നു കമ്പനി കൊടുക്കാൻ വിചാരിച്ചിരുന്നത്. 4000 ഇൻറ്റു 125. അതാണ് കമ്പനി ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഫോർഫീറ്ററിൻ്റെ ജേണൽ എൻട്രി നമുക്ക് ചെയ്യാം. ഫോർഫീറ്ററിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു? ഫോർഫീറ്ററിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾ പഠിച്ചതല്ലായിരുന്നു നമ്മൾ ക്ലാസ്സിൽ? എങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ പ്രീമിയം എത്രയായിരുന്നു വരുന്നത്? 4 ലക്ഷം 1 ലക്ഷം. ഇതെങ്ങനെയാണെന്ന് അറിയാലോ? എങ്ങനെയായിരുന്നു 4 ലക്ഷം 1 ലക്ഷം വരുന്നത്? ഒന്നും കൂടെ ഇവിടെ കാൽക്കുലേഷൻ ഇവിടെ കാണിക്കാം. 4000 ആയിരുന്നു കമ്പനി ശരിക്ക് കൊടുക്കാൻ വിചാരിച്ചത്. 100 4000 ഇൻറ്റു 25 ഇക്വിറ്റി ആൻഡ് ഷെയർ പ്രീമിയം. അതിലാൾ എത്രയായിരുന്നു നമുക്ക് പേ ചെയ്തത്? അത് നമ്മൾ ഫോർഫിറ്റ് ചെയ്തത് അയാൾ കൊടുത്ത പൈസയാണ് നമ്മൾ ഫോർഫിറ്റ് ചെയ്തത് അല്ലേ? ഫോർഫിറ്റ് ചെയ്ത് എത്രയായിരുന്നു? 2 lakh. ബാക്കി കോൾസ് ഇൻ അരിയേഴ്സ് പേ ചെയ്യാത്ത എത്രയായിരുന്നു? 3 lakh. അത് രണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫോർഫീറ്റഡ് 2 ലക്ഷം, ടു കോൾസ് ഇൻ അരിയേഴ്സ് 3 ലക്ഷം. അതിൻ്റെ വർക്കിങ്ങും കൂടെ ഒന്നും കൂടെ ഇവിടെ കാണിക്കാം. അതായത് ആൾ 5000 ഷെയറിന് 40 വെച്ച് നമുക്ക് തന്നത് നമ്മൾ ഫോർഫിറ്റ് ചെയ്തു. ആൾക്ക് ഈ ക്യാഷ് കൊടുക്കൂല. കമ്പനിക്ക് ഈ ക്യാഷ് കിട്ടിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കമ്പനി അതെടുത്തത്? 5000 വെച്ചിട്ട് 60 അവർ ക്യാഷ് കൊടുത്തില്ല. കോൾസ് ഇൻ അരിയേഴ്സ് ഫെയിലായി. അതുകൊണ്ട് കമ്പനി അതെടുത്തു. ജേണൽ എൻട്രി ക്ലിയർ അല്ലേ? ഇനി കമ്പനി അടുത്തത് എന്താ ചെയ്തത്? ഈ ഷെയറിന് 2 ലക്ഷം ക്യാഷും ആൾ അപ്ലിക്കേഷൻ പൈസ കൊടുത്തത് കമ്പനി തിരിച്ചു വാങ്ങിച്ചു. ഇനി കമ്പനിക്ക് 4000 ഷെയർ ആളുടെ ഷെയറും എടുത്തു. ഈ ഷെയറിൽ നിന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത്? ഈ ഷെയറിൽ നിന്ന് കമ്പനി എത്ര ഷെയറാണ് കമ്പനി റീഇഷ്യൂ ചെയ്യാൻ പോവാണ്. നമുക്ക് ആ റീഇഷ്യൂയിലേക്ക് ഇനി പോവാം. എത്രയായിരുന്നു കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്? കമ്പനി റീഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഔട്ട് ഓഫ് ദീസ് 3000 shares were reissued at 20 per share at a discount of 20 per share. അതായത് 3000 ഷെയറിന് ഡിസ്കൗണ്ട് വെച്ചിട്ട് 20 ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ശരിക്കും പൈസ എത്രയായിരുന്നു? ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ശരിക്കും വരുന്നത്? നമുക്കിവിടെ ചെയ്യാം. ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു അല്ലേ? ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു ഷെയറിൻ്റെ പ്രൈസ്. അതിൽ 20 ഡിസ്കൗണ്ട് പറഞ്ഞാൽ 100ൻ്റെ 20%, 100 ഇൻറ്റു 20/100 എന്ന് പറയുമ്പോൾ 80 രൂപീസിനാണ് അവർ 3000 ഷെയർസ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 3000 ഇൻറ്റു 80 അതെത്ര വരുന്നത്? 3000 ഇൻറ്റു 80 2,40,000. 2,40,000 അവർ ഇഷ്യൂ ചെയ്യുന്നത്. 2,40,000 ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ കമ്പനി ശരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലും ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താലും ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഫുൾ പ്രൈസിലല്ലേ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പഠിച്ചില്ലായിരുന്നു നമ്മൾ ക്ലാസ്സിലത്? അപ്പോൾ എത്രയായിരുന്നു ശരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ വിടേണ്ടത്? എത്രയാണ്? 3000 ഇൻറ്റു 100. 3 lakh നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്ര വ്യത്യാസം വരുന്നത്? 3 lakh വേണ്ടത്. അതിൽ നിന്ന് നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2,40,000. അപ്പോൾ 3 lakh മൈനസ് 2,40,000 അവർക്ക് നഷ്ടമാണ് 60,000. ഈ 60,000 അവരെന്ത് ചെയ്യും? അവർക്ക് ഓൾറെഡി ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷ് അവിടെ അല്ലേ 2 ലക്ഷം. ആ 2 ലക്ഷം ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ നിന്നാണ് അവർ ഈ 60,000 ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ക്ലിയർ ആണല്ലോ? 3 ലക്ഷം അവർക്ക് വേണ്ടത്, ക്യാപിറ്റലിലേക്ക് 3 ലക്ഷമാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ റിസീവ് ചെയ്തത് ആകെ 2,40,000.
അപ്പോൾ എന്ത് ചെയ്യും, 60,000 ഷെയർ ഫോർഫീറ്ററിന് അവർ അതിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും. ഫോർഫീറ്ററിന് എടുക്കുക പറയുമ്പോൾ ഫോർഫീറ്ററിന് ഡെബിറ്റ് ചെയ്യും. നമുക്ക് ജേണൽ എൻട്രി ഒന്ന് നോക്കാം. ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, അതായത് 3,000 ഷെയറിന് 3,000 ഷെയർ അല്ല അവരെടുത്തിരുന്നത്, 3,000 ഇൻറ്റു 80 ഡിസ്കൗണ്ടിൽ കൊടുത്തു. പക്ഷെ അവർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര കൊടുക്കുക, 3,000 ഇൻറ്റു 100 ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് കൊടുക്കുക. അപ്പോൾ 3 ലക്ഷം കിട്ടേണ്ടടുത്ത് 2,40,000 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 60 ലക്ഷം അവർ എവിടെ നിന്ന് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഷെയർ ഫോർഫീറ്റർ, ഓൾറെഡി ആനന്ദിൻ്റെ അടുത്ത് കിട്ടിയ പൈസ അല്ലേ ഷെയർ ഫോർഫീറ്റർ, അതിൽ നിന്ന് എടുക്കും. അപ്പോൾ 3,000 ഷെയർസ് റീ ഇഷ്യൂഡ് അറ്റ് 80 പെർ ഷെയർ. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നും ഇനി എത്രയാണ് ബാക്കിയുള്ള ലാസ്റ്റത്തെ, ഇതിൽ ഫസ്റ്റത്തെ നമ്മൾ ഫോർഫീറ്റർ ചെയ്തു, റീ ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി ചെയ്തു. ഇനി നമുക്കിതിൽ ബാക്കി ക്യാപിറ്റൽ റിസർവ് എന്താ ഉള്ളത് നോക്കണം. ഈ ക്യാപിറ്റൽ റിസർവ് നോക്കുന്നതിൻ്റെ മുമ്പ് എത്രയായിരുന്നു നമ്മൾ ആനന്ദിൻ്റെ അടുത്ത് പിടിച്ചെടുത്തിരുന്നത്, ഫോർഫീറ്റ് ചെയ്തിരുന്നത്, 5000 ഇൻറ്റു 40 അല്ലേ, അതെത്രയായിരുന്നു, 2 ലക്ഷം രൂപയായിരുന്നു നമ്മൾ ആനന്ദിൻ്റെ അടുത്തുനിന്ന് ഫോർഫീറ്റ് ചെയ്തെടുത്ത ക്യാഷ് എന്ന് പറയുമ്പോൾ 2 ലക്ഷമായിരുന്നു അല്ലേ. ഈ 2 ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു, ഈ 2 ലക്ഷത്തിൽ നമ്മൾ എത്ര ഷെയർ, ഈ 2 ലക്ഷം എന്ന് പറയുന്നത് അവർ ഫോർഫീറ്റ് ചെയ്തു. എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടായിരുന്നു ഈ 2 ലക്ഷം കിട്ടിയിരുന്നത്, 5,000 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ 2 ലക്ഷം രൂപ അവർക്ക് കിട്ടിയിരുന്നത് അല്ലേ. ആപ്ലിക്കേഷനിൽ 5,000 ഷെയർസിനായിരുന്നു 2 ലക്ഷം കിട്ടിയിരുന്നത്. ഈ 5,000-ൽ എത്ര ഷെയറാണ് ഇപ്പോൾ അവർ റീഇഷ്യൂ ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയായിരുന്നു, 3,000 ആണ് റീഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. റീഇഷ്യൂ ചെയ്യുന്ന 5,000-ൻ്റെ ഇതിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് 3,000-ൻ്റെ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ 2 lakh ഇൻറ്റു ഈ 3,000 റീഇഷ്യൂ ചെയ്ത് ഈ 5,000 കൊടുത്തിട്ട് അവൾ 2 lakh ഇതാക്കി, അതിൽ 4,000. ശരിക്കും കമ്പനി അവർക്ക് ഇഷ്യൂ ചെയ്തത് എത്രയായിരുന്നു, 4,000 ഷെയറാണ് ശരിക്കും കമ്പനിയുടെ 60-ൽ കിട്ടേണ്ട പൈസ. അപ്പോൾ അതിൽ നിന്ന് 3,000, ഇവിടെ നമ്മൾ ഈ 5,000-നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, 5,000 നമ്മൾ അലോട്ട് ചെയ്യാനാണ് 5,000 എടുത്തത്. അപ്പോൾ നമ്മൾ 4,000-ആയിട്ട് പോവാം. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് കൊടുത്ത 4,000-ൽ നിന്ന് 3,000-ൻ്റെതാണ് അവരെടുത്ത്, ബാക്കി 1,000 അവിടെ അവർക്ക് വെക്കാം, ഇനിയുണ്ട് ഷെയർ അല്ലേ. അപ്പോൾ ഈ 2 ലക്ഷത്തിൽ നിന്ന് 3,000-ൻ്റെ ക്യാഷ് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എടുക്കാം. എങ്ങനെ ചെയ്യാം, 2 lakh മൾട്ടിപ്ലൈ 3,000 ഡിവൈഡഡ് ബൈ 4,000. അതിൽ നിന്ന് എത്ര ഉണ്ട്, 2 lakh ഇൻറ്റു 3,000 ഡിവൈഡഡ് ബൈ 4,000 എന്ന് പറയുമ്പോൾ 1,50,000. ഇത് ക്ലിയർ ആണല്ലോ. അതായത് 4,000 ചോദിച്ച ആൾക്ക് നമ്മൾ 5,000 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ ഈ 5,000 നമ്മൾ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4,000-ൽ തന്നെ പോകുന്നത്. 4,000-ൽ നമ്മൾ ആ 4,000 ഷെയറും തിരിച്ച് പിടിച്ചിട്ട് അതിൽ 3,000 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആ 3,000-ൻ്റെ ക്യാഷ് നമുക്ക് എടുക്കാം, ബാക്കി 1,000-ൻ്റെ ക്യാഷ് അവിടെ വെക്കാം. 3,000-ൻ്റെ ക്യാഷ് എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൽ 1,50,000 3,000-ൻ്റെ ക്യാഷാണ്. ഈ 1,50,000-ൽ നമ്മളിപ്പോൾ ഫോർഫീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എത്രയായിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തതിലേക്ക് 60,000 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഫോർഫീറ്റർ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ 1,50,000-ൽ നിന്ന് 60,000 നമ്മൾ എടുത്തു. 1,50,000 മൈനസ് 60,000. ഇനി എത്ര ബാക്കി അതിൽ നമുക്ക് റിസർവ് ആയിട്ടുണ്ട്,
90,000 എന്നാണ് നമുക്ക് റിസർവ്. അപ്പോൾ ലാസ്റ്റത്തെ ജേണൽ എൻട്രി എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ഇവിടെ റിസർവിലേക്ക് ക്യാപിറ്റൽ റിസർവ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്ര ഫോർഫിറ്റ് ചെയ്തതിൽ 2 ലക്ഷം കിട്ടിയതിൽ ബാക്കി ഇനി എത്ര ഉണ്ട്, അതിൽ 3000 ഷെയറും കൊടുത്തു. ഇനി 3000 ഷെയർ കൊടുത്ത് ഇനി നമുക്ക് അതിൽ എന്തെങ്കിലും ബാലൻസ് ആയിട്ട് കയ്യിലുണ്ടോ? അതായത് ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ 90,000 നമുക്കിനി ബാലൻസ് ഉണ്ട്. അതിനെന്ത് ചെയ്തു? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തായിരുന്നു ജേണൽ എൻട്രി? ഗെയിൻ ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ അല്ലേ? 90,000 90,000 കിട്ടിയത് ക്ലിയർ ആണല്ലോ. അതായത് 1,50,000 ആണ് 3000 ഷെയറിന് ഉണ്ടാകുക. അതിൽ 60 നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നഷ്ടത്തേക്ക് എടുത്തു, ബാക്കി 90,000. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്. ഇനി നമുക്കിതിൽ ഓർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യന് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യന് അടുത്തത് പാസ് നെസസറി എൻട്രീസ്. പാസ് എൻട്രീസ് ഫോർ ഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഇൻ ബോത്ത് ദ ഫോളോയിങ് കേസസ്. 2 കേസ് തന്നിട്ടുണ്ട്. അതിൽ ഫോർഫീറ്റ് ചെയ്യുന്നതും റീ ഇഷ്യൂ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ. ഇതും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനേക്കാളും ഈസി ഉള്ളത്. നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ എടുത്താൽ അത് നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാം. അത്ര ടൈമും കുറവാണ്, പിന്നെ നിങ്ങൾക്ക് അത്രയും മാർക്ക് മിസ്റ്റേക്കും കുറവാണ് വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ട. വിക്രം ലിമിറ്റഡ് ഫോർഫീറ്റഡ് 5,000 shares of Rahul, who had applied 6,000 ഷെയർ. 6,000 ഷെയർ അപ്ലൈ ചെയ്ത രാഹുലിൻ്റെ 6,000 അപ്ലൈ ചെയ്ത രാഹുലിന് എത്രയായിരുന്നു? 5,000 ഷെയർ 5,000 ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. ആൾ അപ്ലൈ ചെയ്തിരുന്ന 6,000 ആണ്. ഷെയർസ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓഫ് 5 per share. 5 per share അലോട്ട്മെൻറ്റ് മണീൻ്റെതാണ് എന്താണ് ഫോർഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനും കഴിഞ്ഞ് അലോട്ട്മെൻ്റ് ആണ്. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 2 per share. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയും കൊടുത്തിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ 2 per share അതും കൊടുത്തിട്ടില്ല. അപ്പോൾ കമ്പനി ടോട്ടൽ വിളിച്ചിട്ടുണ്ട് അല്ലേ? ആപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെൻറ്റ് വിളിച്ചു, കോളും വിളിച്ചു. അതിൽ ആപ്ലിക്കേഷൻ മണി മാത്രമാണ് ആൾ കൊടുത്തിട്ടുള്ളത്. ഓൺലി ആപ്ലിക്കേഷൻ മണി 3 was paid by him. ഔട്ട് ഓഫ് ദീസ് 3,000 അവരെന്ത് ചെയ്തു? റീ ഇഷ്യൂ ചെയ്ത് 3,000 എത്രക്കാണ് കൊടുത്തുന്നത്? 12 per share പ്രീമിയത്തിൽ അത് കൊടുത്തു, ഫുള്ളി പെയ്ഡ്. അപ്പോൾ നമുക്കിവിടെ എത്ര ജേണൽ എൻട്രിയാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടത് ഫോർഫീറ്ററിൻ്റെ സമയത്ത്? അറിയില്ലേ? ഫസ്റ്റ് ഫോർഫീറ്റ് ചെയ്യുന്നത് എത്ര ജേണൽ എൻട്രി ചെയ്യണം? ഫസ്റ്റത്തത് ഫോർഫീറ്റ്, രണ്ടാമത്തത് റീ ഇഷ്യൂ. എല്ലാ ജേണൽ എൻട്രിക്കും ഫോർഫീറ്ററിൻ്റെ സമയത്ത് ഇങ്ങനെ വരിക കേട്ടോ. മൂന്നാമത്തത് എത്ര ബാക്കിയുള്ള ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ 3 ജേണൽ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചെയ്യാം. ഫസ്റ്റ് എത്രയായിരുന്നു? ആൾക്ക് ഇഷ്യൂ ചെയ്ത ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഫോർഫീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി നമുക്ക് ചെയ്യാം. എന്തായിരുന്നു? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫോർഫീറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ്. ഇതല്ല നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഷെയർ ക്യാപിറ്റൽ മൊത്തം നമ്മൾ വിളിച്ചത്. ഷെയർ ഫോർഫീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര ക്യാഷ് ആണോ അവർ പേ ചെയ്തത് അതിനെ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. മൊത്തം വിളിച്ചത് എത്രയാണോ അവർ പേ ചെയ്തത് അതിനെ ഫോർഫീറ്റ് ചെയ്തു. എത്രയാണോ അവർ പേ ചെയ്യാത്തത് അതിനെ കോൾസ് ഇൻ അരിയർ ആക്കി. ഇതാണ് ജേണൽ എൻട്രി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എത്രയാണ് ഷെയർ ക്യാപിറ്റലാണ് ആൾക്കുള്ളത് നമുക്ക് നോക്കാം. എത്രയായിരുന്നു? മൊത്തം വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5ഉം 2ഉം 3ഉം എത്രയായിരുന്നു പ്രൈസ്? ഷെയർ പ്രൈസ് നമുക്ക് നോക്കാം. ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ് അലോട്ട്മെൻറ്റ്, 2 ആണ് കോൾസ്, 3 ആണ് എന്ത് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ 3, അലോട്ട്മെൻറ്റ് 5, കോൾ 2. അപ്പോൾ 10 ആണ് ഷെയറിൻ്റെ പ്രൈസ്. 5,000 ഷെയർ ആയിരുന്നു ആൾക്കുള്ളത്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക?
ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 5000 ഇൻറ്റു 10 50,000 അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ എഴുതാം. 5000 ഇൻറ്റു 10 50,000 അതെഴുതി. ഇനി നമുക്ക് 2 ഷെയർ ഫോർഫീറ്റഡ്. എത്രയാണ് ആൾ പേ ചെയ്തത്? ആൾ പേ ചെയ്തത് ആകെ ആൾ പേ ചെയ്തത് എത്രയായിരുന്നു? ഓൺലി ആപ്ലിക്കേഷൻ മണി 3 വാസ് പെയ്ഡ്. അപ്പോൾ എത്രയായിരുന്നു? 5000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി 3 ആണ് പേ ചെയ്തത്. പക്ഷേ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്കൊരു കാര്യം നോക്കേണ്ടത്, ഈ 5000-ത്തിനല്ല ആപ്ലിക്കേഷൻ മണി അവർ റിസീവ് ചെയ്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൾ അപ്ലൈ ചെയ്തപ്പോൾ എത്രയായിരുന്നു? 5000 അലോട്ട്, പക്ഷെ അപ്ലൈ ചെയ്തത് എത്രയാണ്? 6000. അപ്പോൾ ആപ്ലിക്കേഷൻ മണി നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് 6000 ഇൻറ്റു 3 എത്രയായിരുന്നു? 18,000. ഇതാണ് നമ്മൾ ഫോർഫിറ്റ് ചെയ്തെടുത്തത് അല്ലേ? 6000 ഇൻറ്റു 3 18,000. അപ്പോൾ അതാണ് നമുക്ക് ഫോർഫിറ്റ് ചെയ്തത്. 6000 ഇൻറ്റു അറിയാലോ, അപ്ലൈ ചെയ്തത് 6000 ഷെയറിന് 3 വെച്ചിട്ട് ആൾ കൊടുത്തത് 18,000. പക്ഷെ നമുക്ക് വേണ്ട 50,000 ആണ്. ആൾ കോഴ്സ് ഫെയിലായി. കോഴ്സിൻ്റെത് എത്രയായിരുന്നു? കോഴ്സും അലോട്ട്മെൻറ്റും ആൾ ഫെയിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എത്രയാണ് വരേണ്ടത്? കോഴ്സും അലോട്ട്മെൻറ്റും ഇവിടെ നമുക്ക് നോക്കാം. ആളുടേത് ശരിക്കും ആൾ നമുക്ക് തരേണ്ടത് എത്രയാണ്? 5,000 ഇൻറ്റു ശരിക്കും ആൾ അപ്ലൈ ചെയ്ത് 6,000. പക്ഷെ നമുക്ക് എത്രയുള്ളൂ അലോട്ട്മെൻറ്റിലേക്ക്? ശരിക്കും നമുക്ക് എത്രയാണ് ആപ്ലിക്കേഷൻ വേണ്ടത്? 5,000 ഇൻറ്റു 3 15,000 നമുക്ക് മതി. എന്ത്? ആപ്ലിക്കേഷൻ്റെ ക്യാഷ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് വിടുക. പക്ഷെ ഇവിടെ നമ്മൾ 18,000 നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 18-ൽ 15 കഴിഞ്ഞാൽ ബാക്കി 18-ൽ 15,000 കഴിഞ്ഞാൽ 3,000 നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ സമയത്തേക്കുള്ളതാണ്. അലോട്ട്മെൻറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെത് ആളുടെ എത്രയായിരിക്കും? അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 5,000 അല്ല ആളുടെ ഷെയർ. 5,000 മൾട്ടിപ്ലൈ അലോട്ട്മെൻറ്റ് പ്രൈസ് എത്രയായിരുന്നു ഇവിടെ? അലോട്ട്മെൻറ്റും കോഴ്സും ആൾ ഫെയിൽ ചെയ്ത അലോട്ട്മെൻറ്റും കോഴ്സും 5ഉം പിന്നെ എത്രയായിരുന്നു? 2ഉം 7 ആണ് ആൾ ഫെയിലായിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫെയിലായിട്ടുള്ളത് 5 + 2 7 ആണ് ആൾ ഫെയിലായിട്ടുള്ളത്. അപ്പോൾ 5 ഇൻറ്റു 7 35,000 ആണ് ശരിക്കും വേണ്ടത്. അതിൽ 3,000 ഓൾറെഡി ആൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 32,000 ആണ് ആൾക്കിപ്പോൾ കമ്പനിക്ക് പൈസ തരാതെ പോയത്. അത് നോക്കാം നമുക്കിവിടെ. കോഴ്സ് ഇൻ അരിയേഴ്സ് 32,000. ഇത് ക്ലിയർ അല്ലേ? 32,000 എന്ന് പറയുന്നത്, ഈ 32,000 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 35,000 കിട്ടേണ്ട അടുത്തുനിന്ന് 3,000 ഓൾറെഡി ആപ്ലിക്കേഷനിൽ എക്സ്ട്രാ ഉള്ളതുണ്ടായിരുന്നു. അങ്ങനെ 32. ഇനി നിങ്ങൾക്ക് ഇത് ഹാർഡാണെങ്കിൽ ഒന്നുമില്ല, ഈ 50,000 നിങ്ങൾ എഴുതി 18,000 ചെയ്തു. ബാക്കി ഡിഫറൻസ് 50,000 നിന്ന് 18,000 പോയാൽ എത്ര വരിക? 32,000. മറ്റേ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഹാർഡാണെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്തോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 32,000 കിട്ടും. ഇപ്പം നമ്മൾ ഫോർഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഇതിനെ റീ ഇഷ്യൂ ചെയ്യണം അല്ലേ? ഫോർഫിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനെ റീ ഇഷ്യൂ ആണ് ചെയ്യേണ്ടത്. റീ ഇഷ്യൂ ചെയ്യുന്നതിൽ എന്താ പറഞ്ഞിരുന്നത്? 3,000 ഷെയർ 3,000 ഷെയറിന് 12-നാണ്, അതായത് പ്രീമിയത്തിലാണ് റീ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്? എങ്ങനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം. അപ്പോൾ എത്രയാണ് ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? നോക്കാം. 3,000-നെ 12,000-ൽ 3,000-നെ 12 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീമിയത്തിലാണ് അല്ലേ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ എത്ര ഉണ്ടാവും? 36,000. ഇതിൽ
നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര കൊടുക്കുക? 100 ഷെയർ ക്യാപിറ്റലിലേക്ക് കൊടുക്കും. 100 10. അപ്പോൾ എത്ര ഉണ്ടാവും? 30,000 ഷെയർ ക്യാപിറ്റലിലേക്ക്. പ്രീമിയത്തിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? 2. 2 × 30,000 6,000 പ്രീമിയത്തിലേക്ക്. ഇത് ഈസി അല്ലേ? അപ്പം നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് മൊത്തം നമ്മൾ പ്രീമിയത്തിലാണ് ക്യാഷ് വാങ്ങിയത്. പ്രീമിയത്തിൽ ക്യാഷ് വാങ്ങിയെന്ന് പറയുമ്പോൾ 3,000 × 12. അതിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ആകെ 10. ശരിക്കുള്ള പ്രൈസാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക്. 2 എന്ന് പറയുന്നത് പ്രീമിയമാണ്. അപ്പോൾ 3,000 × 2 അതെന്താണ്? പ്രീമിയമാണ്. അതിലേക്ക് വിട്ടു. എന്തായിരുന്നു നരേഷന്? 3,000 ഷെയർസ് റീഇഷ്യൂഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട എന്തായിരുന്നു? ഇനി നമുക്ക് എത്ര ഫണ്ട് ഉള്ളത് നോക്കണ്ടേ? ഫണ്ട് നമുക്ക് എത്രയാണ് ബാക്കി നമുക്കുള്ളതെന്ന് നോക്കാം. നമ്മൾ എത്രയായിരുന്നു ഫോർഫീറ്റ് ചെയ്തെടുത്ത പൈസ? ഫോർഫീറ്റ് ചെയ്തത് 6,000 × 3. ഇവിടെ നമുക്ക് കാണാം ഫോർഫീറ്റ് ചെയ്തെടുത്ത ക്യാഷ് എത്രയായിരുന്നു? 6,000 × 3 18,000 ആണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തത് അല്ലേ? 3,000-ൽ 6,000 3 18,000 നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. അതിൽ എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? റീഇഷ്യൂ ചെയ്തത് 3,000 ഷെയർസ്. നമ്മൾ 3,000 ഷെയർസ് മാത്രമാണ് ഇവിടെ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അതായത് 5,000 ഷെയറിൻ്റെ അപ്ലൈ ചെയ്ത ആളുടെ 5,000 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തെടുത്തു. ഈ 5,000 ഷെയർസിൽ നിന്ന് 3,000 ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ എത്ര പൈസയാണ് നമുക്ക് അവരുടെ നിന്ന് തിരിച്ചു പിടിച്ചതുള്ളത്? 18,000. അപ്പോൾ അതിൽ 18,000-ൽ 3,000-നുള്ള ക്യാഷ് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുള്ളൂ. ബാക്കി 2,000 ഇപ്പോഴും ഇഷ്യൂ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 18,000 × 3,000 ആണ് ഇഷ്യൂ ചെയ്തത്. അതിൻ്റെ ക്യാഷ് എത്രയാണ് ഫോർഫിറ്റ് ചെയ്തത്? അത് നമ്മൾ അങ്ങ് എടുക്കും. 5,000-നാണ് 18,000. അതിൽ 3,000-നുള്ളത് എത്ര വരുന്നത്? 18,000 × 3,000 ഡിവൈഡഡ് ബൈ 5,000. 10,800 ആണ് നമുക്ക് ഇതിലുള്ള ക്യാപിറ്റൽ റിസർവ്. ബാക്കി 2,000, ബാക്കിയുള്ള പൈസ 2,000 നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ 10,800. ഇത് ക്ലിയർ ആണല്ലോ? ഫോർഫിറ്റ് ചെയ്ത ക്യാഷ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് 18,000 ഉണ്ടായിരുന്നു. 18,000-ൽ 3,000 ഷെയറിനുള്ളത് മാത്രമാണ്. 5,000-നുള്ളതാണ് 18,000. അതിൽ 3,000-നുള്ളത് അപ്പോൾ 3/5 10,800. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് പാർട്ട് ഇതിൽ, ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് ബി പാർട്ട്. ബിയിൽ രത്നൻ ലിമിറ്റഡ് forfeited 3,000 shares of 10 each issued at 2 premium for non-payment of first call 2 per share. ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ ഫസ്റ്റ് കോൾ വിളിച്ചു, അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും കഴിഞ്ഞ് ഫസ്റ്റ് കോൾ വിളിച്ചപ്പോഴാണ് ആൾ ഫെയിലായത്. ഫൈനൽ കോൾ 3 per share വാസ് നോട്ട് യെറ്റ് മെയ്ഡ്. ഫൈനൽ കോൾ ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയാമല്ലോ, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഇത് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് 3 വിധം ജേണൽ എൻട്രിയാണ് ഉണ്ടാവുക പറഞ്ഞിട്ടില്ല. ഏതൊക്കെയായിരുന്നോ? ഫോർഫീറ്റ് ചെയ്യുന്നത് 1 എഴുതണം നമുക്ക്, റീഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവ്. ഇതന്നെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലും ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തതെന്ന് നോക്കാം. ഫോർഫീറ്റ് ചെയ്തത് 10 ആയിരുന്നു ഷെയറിൻ്റെ പ്രൈസ് അല്ലേ? 10 ആണ് ഷെയറിൻ്റെ പ്രൈസ്. ഈ 10 ഷെയറിൻ്റെ പ്രൈസ് ഉള്ളതിൽ, പ്രീമിയം അടക്കം 10 ഉള്ളതിൽ എത്രയായിരുന്നു ഇതാക്കിയിരുന്നത്? 2 per share ആണ് കോള്. 3 per share എന്തായിരുന്നു? ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും? 10-ൽ 3 വിളിച്ചിട്ടില്ല. 10-ൽ 10 - 3 എന്നുള്ളത് വിളിച്ചിട്ടില്ല. അതിൽ 7 ആണ് അപ്പോൾ ടോട്ടൽ വിളിച്ചത്. ടോട്ടൽ വിളിച്ചത് 7 ആയിരുന്നു. 10-ൽ 3 വിളിച്ചില്ല, ടോട്ടൽ 7. 7 × എത്ര ഷെയർ ആയിരുന്നു? 3,000. 21,000 ആണ്
ഫോർഫിറ്റ് ചെയ്തിട്ട് അവരെടുത്തിട്ടുള്ളത്. അത് ക്ലിയർ ആണല്ലോ. 21,000 ഫോർഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എത്ര ക്യാഷാണ് 21,000 ആണ് വിളിച്ചിരുന്നത്, അതിൽ എത്രയാണ് ഫോർഫിറ്റ് ചെയ്തത്, ക്യാഷ് അവർ തിരിച്ചു പിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ക്യാഷ് അവർ ഇതുവരെ അടിച്ച ക്യാഷ് അവരിത് പോകും. അതിൽ 7ൽ 2 ആണ് കോള് അല്ലേ, 7ൽ 2 ആണ് കോൾ ഉള്ളത്. 7 ആണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിൽ 2 കോളിൻ്റെ പൈസ തന്നിട്ടില്ല. എത്രയാണ് അവർ തന്നിട്ടുള്ളത്? 5. ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും 5 തന്നു. അപ്പോൾ 5 × 3,000 അവർ ഓൾറെഡി പേ ചെയ്തു, 15,000 അല്ലേ. എന്നാൽ അവർ ഫെയിലായിരിക്കുന്നത് എന്തായിരുന്നു? നമ്മളെ ഫസ്റ്റ് കോളാണ് അവർ ഫെയിലായിട്ടുള്ളത്. അപ്പോൾ 2 × 3,000 6,000 ഫെയിൽഡായി. ഈസിയാണ് അല്ലേ, ഇത് വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ ഓർന്നില്ല, രണ്ടാമത്താണ് ഒന്നുകൂടെ ഈസി കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടാമത്തത് ചെയ്യാവും, നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് വരിക. എന്തായിരുന്നു നരേഷൻ? 3,000 ഷെയർസ് ഫോർഫിറ്റഡ്. 3000-ൽ 7 വിളിച്ചത്. ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും 7, അതാണ് 21,000. അതിൽ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും 5 മാത്രമേ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3,000 × 5 15,000 റുപ്യാണ് അവർക്ക് ഫോർഫിറ്റ് ചെയ്ത്. ബാക്കി അടക്കാത്തത് എത്രയായിരുന്നു? 3,000 × 2 കോൾ അടിച്ചിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനി അവരത് റീഇഷ്യൂ ചെയ്ത് നോക്കാം നമുക്ക്. റീഇഷ്യൂ ചെയ്തത് എത്രയ്ക്കായിരുന്നു? റീഇഷ്യൂ ചെയ്തത് ഫൈനൽ കോൾ ഇത്. ഔട്ട് ഓഫ് ദീസ് 2,000 ഷെയർസ് വേർ റീഇഷ്യൂഡ് അറ്റ് 10 per share ഫുള്ളി പെയ്ഡ്. റീഇഷ്യൂ ചെയ്തത് 2,000-ന് 10 വെച്ചിട്ട് 20,000 അല്ലേ. റീഇഷ്യൂ ചെയ്തത് 2,000-ന് 10 വെച്ചിട്ട് 20,000. അപ്പോൾ അവർ ബാങ്ക് കളക്ട് ചെയ്യും ഷെയർ ക്യാപിറ്റലിലേക്ക്. ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല അല്ലേ. അവിടെ റീഇഷ്യൂ ചെയ്തത് 2,000-ന് 10 വെച്ചിട്ട് 2,000-ന് 10 വെച്ചിട്ട് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ നമുക്കിനി ക്യാപിറ്റൽ ഫണ്ട് നോക്കണ്ടേ. എത്രയായിരുന്നു അവർ തിരിച്ചു പിടിച്ച ക്യാഷ്? എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? തിരിച്ചു പിടിച്ച ക്യാഷ് 15,000 ആയിരുന്നു തിരിച്ചു പിടിച്ച ക്യാഷ് ഉള്ളത്. ഈ തിരിച്ചു പിടിച്ച ക്യാഷ് എത്ര ഷെയറിനായിരുന്നു? 3,000-ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2,000 ഷെയറിൻ്റെ പൈസ നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് എടുക്കാം. 2,000 ഇപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്തില്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക? 15,000 × 2,000 ഡിവൈഡഡ് ബൈ 3,000. അതായത് ഈ 15,000 എന്ന് പറഞ്ഞ 3,000 ഷെയറിന് ഫോർഫിറ്റ് ചെയ്തതാണ്. അതിൽ നിന്ന് 2,000-നുള്ളത് മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുകയുള്ളൂ അല്ലേ. അത് എത്ര വരുന്നത്? അത് വരുന്നത് 10,000. ഈ 10,000 നമുക്ക് ക്യാപിറ്റൽ റിസർവ്. 2,000 നമ്മൾ ഓൾറെഡി ഇതാക്കി, ഇനി 1000 ഷെയറുള്ള ബാലൻസ്. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി ചെയ്യുക? ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട് 10,000 ടു ക്യാപിറ്റൽ റിസർവ്. അവർക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് 10,000 ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 15,000 × 2/3, അതായത് 2,000 ഡിവൈഡഡ് ബൈ 3,000. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രണ്ടാമത്തെ ഏതാണോ ഈസി ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ 2 ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ.